ഓക്കെ. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ഒരു അടിപൊളി നല്ലൊരു പ്രഭാതമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഓക്കെ, അപ്പൊ എല്ലാരും ഒരിക്കൽ കൂടെ വി വെൽക്കം യു ടു ദ മൈൻഡ്ഫുൾ ക്ലബ്സ് 21 മെഡിറ്റേഷൻ ഡേ 2. കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത്, കഴിഞ്ഞ ദിവസത്തെ മെഡിറ്റേഷന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡേ യെസ്റ്റർഡേ? ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് പറയൂ. ഹൗ വാസ് യുവർ ഡേ ആഫ്റ്റർ ദ മെഡിറ്റേഷൻ? Come on, guys, just tell me how was your day yesterday? ഇതിൽ പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാരാണോ അതോ ഇന്നലെ മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്ത് ഇന്നും വന്ന എത്ര പേര് ഇതിലുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഫിദ, താങ്ക് യു. ഓക്കെ. അംന, അനൂറ, വെരി നൈസ്. ഇസ് ദർ എനിവൺ എൽസ്? യെസ്, അപ്പൊ കുറെ പേര് ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ. ആക്ച്വലി നമ്മളിപ്പോ പറഞ്ഞല്ലോ, യാ ഫാത്തിമ, യാ താങ്ക് യു ഫാത്തിമ. ആക്ച്വലി നമ്മൾ പറയുന്ന സമയത്ത് വെച്ചാല് ഇപ്പോ നമ്മളൊരു ഒരു സ്ട്രീമിന്റെ സൈഡിലേക്ക് പോകുന്നു, ഒരു അരുവിന്റെ സൈഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കുളത്തിന്റെ സൈഡിലേക്ക് പോയിട്ട് നമ്മൾ അതിന്റെ കരയിലിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുക? വെൻ ദ പോണ്ട് അല്ലെങ്കിൽ ആ വാട്ടർ ബോഡി സ്റ്റില്ലായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിന് റിഫ്ലക്ഷൻ കാണാൻ പറ്റുള്ളൂ. ലൈക്ക് ദാറ്റ്, നമ്മൾ എന്ന വ്യക്തിയുടെ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാംനെസ്, നമ്മുടെ ഏറ്റവും നല്ല തോട്ട്, എല്ലാ സംഭവങ്ങളും നമുക്ക് പുറത്തു വരുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സെൽഫിനെ റിഫ്ലക്ട് ചെയ്യുന്ന എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടോ അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക വെൻ അവർ മൈൻഡ് ഇസ് സ്റ്റിൽ. അപ്പോ നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ മൈൻഡിനെ ആ ഒരു കാംനെസ് സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങൾ ആ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 21 ഡേയ്സ് ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ഇപ്പോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ സ്റ്റിൽനെസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് മെഡിറ്റേഷൻ എന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വി ആർ ഗിവിംഗ് ദ അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽ. ഒരു ചെറിയ സ്പെസിഫിക് തിങ്ങിനേക്ക് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ വി വുഡ് ബി എന്താ പറയുക, നമ്മൾ ഒന്നും കൂടെ അതിലേക്ക് അവയർനെസ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്? ചെക്ക് 20 പാർട്ടിസിപ്പൻസ്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു സ്റ്റേറ്റില് നമ്മൾ ആക്സസ് ചെയ്യുക. അപ്പൊ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും അതല്ല നമ്മുടെ എന്ത് ഡിഫിക്കൽട്ട് സ്റ്റേജിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് വളരെ കാം ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശം അല്ലെ? ലൈക്ക് ഇത് മൈൻഡ് എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനെ സ്റ്റില്ലാക്കി വെക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളായിട്ട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, എന്ത് റിസൾട്ടാണ് നമുക്ക് അവിടെ ഉണ്ടാക്കേണ്ടത്, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. എനിവേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഏഹ്, ഞാൻ നേരത്തെ നിങ്ങളോട് ഓൾറെഡി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിത്തിങ് സ്പെഷ്യൽ? എന്ത് ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഐ ക്യാൻ ടെൽ യു മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ. ആർക്കെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ? നിങ്ങളെ ഡേ ഇന്നലെ ഒരു നല്ലൊരു ബെറ്റർ ഡേ ആയിരുന്നോ കമ്പയറിംഗ് ടു ദ അതർ ഡേയ്സ്, അതോ നിങ്ങളുടെ ഡേ ആസ് യൂഷ്വൽ സെയിം ആയിരുന്നോ? എന്തായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്? ഇന്നലെ പങ്കെടുത്ത ആൾക്കാർക്ക് പറഞ്ഞാൽ മതി. കമോൺ ഗൈസ്, പ്ലീസ്. ഓക്കെ. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം.
ശരി. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പൊ നമ്മളുടെ സെഷൻ ലീഡ് ചെയ്യുന്നത് എന്നത്തെ പോലെ തന്നെ നമ്മുടെ റിൻഷീന മാം ആണ്, നമ്മുടെ കോച്ച് റിൻഷീന മാം. അപ്പോ റിൻഷീനനെ റിൻഷീന മാമിനെ ഞാൻ ഈ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാണ്. ഐ ഇൻവൈറ്റ് യു മിസ് റിൻഷീന, ഓവർ ടു യു. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ചാറ്റ് ബോക്സ് മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ, കാരണം അതിലൂടെയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ കൺസേൺസ്, അഭിപ്രായങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാത്തിമ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് അല്ലെ? സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് ഐ തോട്ട് എവ്രി വൺ വിൽ ബി സ്ലീപ്പിംഗ്, അങ്ങനെ ഞാൻ വിചാരിച്ചു. ബട്ട് യു ഗൈസ് ജോയിൻഡ്. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പുറത്തു നിന്ന് ഈ അടിപൊളിയാടാന്ന് കുറെ ആൾക്കാരോട് പറയാറുണ്ട് അല്ലെ? ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും അല്ലെ, നീ അടിപൊളിയാടാന്ന് പലരുടെ അടുത്തും നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ പറയാന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. അതായത് ഞാൻ കഴിഞ്ഞ മെഡിറ്റേഷനിലാണെന്ന് തോന്നുന്നു സെൽഫിനെ ഹഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലെ? അതായത് നമ്മൾ പുറത്തുനിന്ന് ആളുകളെ ഹഗ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ടഫ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒരാൾ എന്നെ ഹഗ് ചെയ്തിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ സെൽഫിനെ തന്നെ ഹഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ചു മെഡിറ്റേഷനിലേക്ക് എൻ്റർ ആകുന്നതിന്റെ മുന്നേ കുറച്ച് സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ നമ്മള് എല്ലായിടത്തും നമുക്ക് മോട്ടിവേഷൻസ് ആയിട്ട് സെൽഫ് ലവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ? പക്ഷെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടീസ് ആക്കുന്ന സമയത്താണ് നമുക്കൊരു ഈ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാം. അപ്പൊ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫിനെ തന്നെ ഹഗ് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മിററിൽ നോക്കാം. മിററിൽ എല്ലാരും നോക്കാറുണ്ടോ? മിററിൽ നോക്കാറുണ്ടോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, സോ മിററിൽ നോക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും പിമ്പിൾ വന്നിട്ടുണ്ടോ, എന്റെ മുഖം എന്തെങ്കിലും ഒരു വാടിയിട്ടുണ്ടോ, ഈ രീതിയിൽ നമ്മൾ നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ നോക്കാനല്ലാതെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാ, മിററിൽ നോക്കിയിട്ട് നമ്മളെ കണ്ണിലേക്ക് കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കാം. അപ്പൊ നമുക്ക് അവിടെ എന്തോ ഒരു സംഭവം വർക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മള് മിററിൽ നോക്കിയിട്ട് നമ്മളുടെ തന്നെ ബ്യൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനുള്ള ടാസ്ക് ജസ്റ്റ് മിററിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. അതിപ്പം ഒരു രീതിയിൽ സെൽഫ് ലവ് ടാസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെ നോക്കിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇഷ്ടമുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അതേപോലെ മിററിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളോട് സംസാരിക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ പാരന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും, അവര് വിചാരിക്കും വട്ടായോ, ഈ ഒരു ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ട് വട്ടായോ എന്ന് ചിലപ്പോ ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യാ, ആരും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഈ ഒരു കാര്യം ചെയ്തു നോക്കാം. കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇറ്റ് വർക്ക്സ് വെൽ എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഒരു ബോൾഡ്നെസ്സും ഒരു കോൺഫിഡൻസും വരും എന്നുള്ളതാണ്. ഇപ്പൊ മിറർ ടോക്ക് എന്ന് പറയുന്നത് സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓൾസോ മിറർ ടോക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നാളെയൊക്കെ ആയിട്ട് ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ കയറുന്നതും നിങ്ങൾക്ക് മൈക്ക് പിടിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പം ആ ഒരു ഫീലിംഗ് അതെന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറയുമോ? അതായത് നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള, മൈക്കൊക്കെ പിടിച്ച് ഓഡിയൻസിന്റെ മുന്നിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് അതെന്താണ്?
ജസ്റ്റ് ഒന്നൊരു വേർഡിലൊക്കെ ആയിട്ട് പറഞ്ഞാൽ മതി. ഹൗ ഡു യു ഫീൽ? ആർക്കും ഒന്നും ഫീൽ ചെയ്യാറില്ലേ? ഓർ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? അതുകൊണ്ടാണോ? ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം അല്ലെ? ഓക്കെ, ഐ വിൽ ഗിവ് യു 1 minute. ജസ്റ്റ് തിങ്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഫിയർ. ഇറ്റ്സ് ഓക്കെ. കൈകൾ വിറയ്ക്കോ? ഓക്കെ, ബട്ട് ഈ ഫീലിങ്സ് ഒക്കെ നമ്മൾ പറയും എന്ത് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷെ കോൺഫിഡൻസ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. നോക്കിയാൽ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല, പേടിയില്ല, അല്ലെങ്കിൽ ഈ ഫിയർ വരയ്ക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ എങ്ങോട്ടും ഓടും, എങ്ങോട്ടും ചാടും ഒക്കെ ചെയ്യും. അപ്പൊ ആ കുട്ടികളായിരിക്കുന്ന സമയത്തെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കോൺഫിഡൻസ് ഉണ്ട് അല്ലെ? പക്ഷെ നമ്മളത് വലുതാവുന്ന സമയത്ത് ഓരോ ആളുകൾ നമ്മളോട് സംസാരിക്കുന്നതും നമ്മൾ ആളുകൾ നോക്കിക്കാണുന്നതും സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് അവർക്ക് എന്താണ് ഇപ്പൊ വിചാരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ചിന്തകൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒക്കെ നമ്മളൊക്കെ പുറകോട്ട് വെക്കും അല്ലെ? നമ്മൾ ചിലപ്പോ സ്റ്റേജിൽ കയറുന്നതാണോ സംസാരിക്കുന്നതാണോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ അധികം പോകില്ല. അപ്പൊ അവിടെയും സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഞാൻ കുറച്ച് മുന്നേ, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രോഗ്രാംസിന്റെ ഫീഡ്ബാക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ ചിന്തിക്കും, ഓക്കെ ഞാൻ ഫീഡ്ബാക്ക് പറയാം. അത് ഫീഡ്ബാക്ക് പറയാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? മൈക്ക് വാങ്ങിയിട്ട് സംസാരിക്കണം അല്ലെ? അപ്പം ഫസ്റ്റ് എന്റെ മൈൻഡിൽ വരും, ഓക്കെ ഫീഡ്ബാക്ക് പറയാം. പക്ഷെ പിന്നെ പുറകോട്ടിരിക്കും. കാരണം എന്താണ്, എന്റെ ഉള്ളിൽ നിന്ന് എന്തോ എന്നെ എങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെ, ഈ പറഞ്ഞ പോലെ ഫിയർ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റിപ്പോവോ, അല്ലെങ്കിൽ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കോ, ഈ രീതിയിലുള്ള ചിന്തകൾ എന്നെ പുറകോട്ട് വലിക്കും. അപ്പൊ ഈ രീതിയിൽ ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നമുക്ക് സെൽഫിനോട് ഒരു ലവ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മിറർ ടോക്ക് എന്നുള്ളതിന്റെ കാര്യമാണ്. മിറർ ടോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, മിററിൽ നോക്കിയിട്ട് നിങ്ങളൊരു പ്രസന്റേഷൻ ചെയ്യാണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ നിന്നിട്ട് സംസാരിക്കുന്ന രീതിയിൽ മിററിൽ നോക്കിയിട്ട് ജസ്റ്റ് കുറച്ചു നേരം സംസാരിക്കാം. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സെൽഫ് ഇമേജ്, നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നത് ഈ മിറർ ടോക്കിന്റെ കാര്യമാണ്. അപ്പൊ ഈ ഒരു സെൽഫ് ലവ് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാം, കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നമ്മൾക്ക് സെൽഫിന് ഇപ്പൊ മൈക്കിൽ സംസാരിക്കണം, ഓക്കെ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. പിന്നെ സെൽഫ് ലവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യവും നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അവിടെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് എൻ്റർ ഇൻ ടു ദ മെഡിറ്റേഷൻ. നമ്മൾക്ക് ഷോർട്ട് ആയിരിക്കും, ഒരുപാട് നേരമൊന്നും മെഡിറ്റേഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ റെസ്പോണ്ടിങ്. കാരണം നിങ്ങളുടെ റെസ്പോൺസ് കിട്ടുന്ന സമയത്താണ് ഓക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്ലോലി നിങ്ങൾ എന്ത് ചെയ്യുക, ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാം. കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇരിക്കാം. സ്ലോലി നിങ്ങളൊന്ന് ബ്രീത്തിനെ ഫോക്കസ് ചെയ്യാം. ശ്വാസത്തിനെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം.
Slowly focus on your breath. ശ്വാസം ജസ്റ്റ് എടുത്തു വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ അടയ്ക്കാം. Slowly close your eyes. കണ്ണുകൾ അടച്ച് വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കാം. നിങ്ങൾക്ക് ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. Breathe in. Hold on and breathe out. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, നിങ്ങളുടെ ഫേസ് മസിൽസ്, ഓരോ ഭാഗത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുമ്പോഴും അവിടെ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. Your body is now completely relaxed. Very good. Now just നിങ്ങൾക്ക് ചിന്തകൾ എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. Just let that thought come into you. നിങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ നിങ്ങളിലേക്ക് ഒഴുകുന്നതായി ഫീൽ ചെയ്യും. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഫ്ലോ. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു.
വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലെ തന്നെ ഒരു ഗുഡ് വേർഷൻ നിങ്ങളുടെ മനസ്സിൽ കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എല്ലാം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിൽ കാണാം. നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒരു നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാം. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ആ സെൽഫിനെ നന്നായി കാണുന്നുണ്ട്. ആ ബെസ്റ്റ് സെൽഫ് അത് ധരിച്ചിരിക്കുന്ന വസ്ത്രം, അതിൻ്റെ തെളിഞ്ഞ മുഖം, പതിയെ നിങ്ങൾക്ക് ആ ബെസ്റ്റ് സെൽഫിനെ, നിങ്ങളുടെ തന്നെ ബെസ്റ്റ് വേർഷനെ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാം. നിങ്ങൾക്കതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാം. നിങ്ങൾക്ക് ആ ബെസ്റ്റ് സെൽഫിനോട് പറയാം, ഐ ലവ് യു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ആം ബിക്കമിങ് more of you day by day. ഓരോ ദിവസവും കഴിയുമ്പോഴും ഞാൻ നീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇപ്പോൾ ആ സെൽഫ് നിങ്ങളുടെ ഉള്ളിലാണ്.
ആ ബെസ്റ്റ് സെൽഫ് നിങ്ങളുടെ തന്നെ ഉള്ളിലുണ്ട്. അതിനെ ജസ്റ്റ് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഒരിക്കലും കൈവിടാതെ ചേർത്ത് നിർത്താം. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. ഐ താങ്ക് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ ഒരുപാട് താങ്ക് യു പറയുന്നു. Now I thank myself and my creator. എൻ്റെ ക്രിയേറ്ററിനോട് ഞാൻ താങ്ക് യു പറയുന്നു. ഈ ഒരു അവസരത്തിന്, ഇന്നത്തെ ഒരു പുതിയ ദിവസത്തിന് എൻ്റെ ബെസ്റ്റ് സെൽഫ് ആവാനുള്ള, എൻ്റെ ബെസ്റ്റ് വേർഷൻ ആവാനുള്ള ഒരു പുതിയ അവസരത്തിന് ഞാൻ എൻ്റെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയുന്നു. താങ്ക് യു മൈ ക്രിയേറ്റർ. Now you can slowly hug yourself tightly. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹഗ് ചെയ്യാം. Slowly you can prepare to come back. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പ്രിപ്പയർ ചെയ്യാം. Slowly on the count of 3 നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ഓരോ ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. 1, breathe in, breathe out. 2, breathe in, breathe out. 3, breathe in, breathe out, and slowly come back. ഓക്കെ, തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് റബ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അമ്ന. ഓക്കെ, നൂറ, ഫിദ, താങ്ക് യു എവ്രി വൺ. ജസ്റ്റ് നമ്മൾ എല്ലാവരും ബെസ്റ്റ് സെൽഫിനെ തന്നെ മുന്നിൽ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും ആലോചിക്കും ഒന്ന് നന്നാവണം അല്ലെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആവണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലെ. ആഗ്രഹിക്കാത്ത ആരും ഇവിടെ എത്തിച്ചേരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് സെൽഫിനെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതായത് എൻ്റെ ഒരു ബെസ്റ്റ് സെൽഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പം ബെസ്റ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി
നിങ്ങളുടെ ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെ, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന. അപ്പൊ എക്സാം എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എക്സാമിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെൽഫ്, അതിനെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് നമുക്ക് അതിന് പുറത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് മനസ്സിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഉദ്ദേശിച്ചത് ആ ഒരു ബെസ്റ്റ് സെൽഫിനെ നമ്മൾ മുന്നിൽ കണ്ടു. ബട്ട് ദർ ഇസ് എ ഡിസ്റ്റൻസ്, അല്ലെ, ഞാനും എൻ്റെ ബെസ്റ്റ് സെൽഫും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് പാടില്ല. ഞാൻ ആ ബെസ്റ്റ് സെൽഫിനെ നന്നായിട്ട് സ്നേഹിക്കണം, അതിനെന്റെ മനസ്സിലേക്ക് ചേർത്ത് വെക്കണം, അല്ലെ. അപ്പോഴാണ് നമുക്ക് ആ ബെസ്റ്റ് സെൽഫായിട്ട് മാറാൻ പറ്റുക. അപ്പൊ നമ്മൾ ആ ബെസ്റ്റ് സെൽഫിനെ കാണുന്നു, അല്ലെ, അതിനെ ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നു, നമ്മളുടെ മനസ്സിലേക്ക് ആ ബെസ്റ്റ് സെൽഫിനെ ചേർത്ത് വെക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെൽഫ് ഉണ്ട്. നിങ്ങൾ മാത്രല്ല, നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെൽഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഈ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുക, അല്ലെ. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സെൽഫ് ലവ് ഉള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സെൽഫിനെ ഹഗ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു മെഡിറ്റേഷനിൽ എല്ലാവരും സെൽഫിനെ ഹഗ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ രീതിയിൽ നിങ്ങൾ കൈ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ്ലി ഹഗ് ചെയ്യാം. കുറച്ചു നേരം ജസ്റ്റ് ഐസ് ഒക്കെ ക്ലോസ് ചെയ്ത് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് നോക്കിയേ. ഇതും ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. പാരന്റ്സ് ഒന്നും ഉള്ളടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്കിടയിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിന്റെ മീനിങ് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് സെൽഫിനെ ടൈറ്റ്ലി ഹഗ് ചെയ്യുന്നു, മിററിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ നല്ല കാര്യങ്ങൾ പറയുന്നു. ഈ രണ്ട് ടാസ്കുകൾ നിങ്ങൾ ജസ്റ്റ് ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് മോർണിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് പറയാം, ഹൗ ഡു യു ഫീൽ ഈ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഐഡിയ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് പറയാട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്കിന്റെ ഒരു ഭാഗമായിട്ട്, കാരണം നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൗ യു ഫീൽ. അപ്പൊ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എന്നാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് മോർണിംഗിൽ ജോയിൻ ചെയ്യാം. ലെറ്റ്സ് പോളിഷ് അല്ലെങ്കിൽ അപ്ഡേറ്റ് അവർ ബെസ്റ്റ് സെൽഫ്, അല്ലെ, അപ്ഡേറ്റ് ടു അവർ ബെസ്റ്റ് സെൽഫ്. നമ്മുടെ തന്നെ ബെസ്റ്റ് സെൽഫിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആർ യു ഗൈസ് റെഡി? റെഡി അല്ലേ ബെസ്റ്റ് സെൽഫിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ? ഓക്കെ, സോ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ? ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ഡേ. Okay, thank you so much everyone for joining, and we'll see you tomorrow.